മലപ്പുറം കോട്ടക്കലിൽ ഭിക്ഷാടനത്തിന് ഉപയോഗിച്ചിരുന്ന 24 കുട്ടികളെ രക്ഷപ്പെടുത്തി. പോലീസും ശിശുക്ഷേമ സമിതിയും സംയുക്ത പരിശോധനയിലാണ് കുട്ടികളെ കണ്ടെത്തിയത്. ഏജൻസികൾ വഴി മാതാപിതാക്കൾക്ക് പണം നൽകിയാണ് കുട്ടികളെ ഭിക്ഷാടനത്തിന് ഉപയോഗിച്ചിരുന്നതെന്ന് പോലീസ് പറയും. മലപ്പുറം കോട്ടക്കലിൽ 13കാരി പീഡനത്തിനിരയായ പശ്ചാത്തലത്തിലാണ് ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. എടരിക്കോട് പുതുപ്പറമ്പിലെ ആന്ധ്ര കോളനിയിൽ നിന്നാണ് ഭിക്ഷാടനത്തിനുപയോഗിക്കുന്ന 24 കുട്ടികളെ കണ്ടെത്തിയത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടുന്ന 24 പേരിൽ 5 പേർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിച്ചിട്ടില്ല. പരിശോധനയിൽ ഏകദേശം 24ഓളം കുട്ടികളെ ഇവിടെ ഭിക്ഷാടനത്തിനും മറ്റും ഉപയോഗിക്കുന്നതായി മനസ്സിലായിട്ടുണ്ട്. ഇതിൽ തന്നെ 5 കുട്ടികളെ സ്കൂളിലും മറ്റും പോവാതെ രക്ഷിതാക്കളില്ലാത്ത ഒരു അവസ്ഥയിലാണ്. ഇവരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുട്ടികളുടെ സംരക്ഷണം ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ നിന്നുള്ളവരാണ് കുട്ടികൾ. മാതാപിതാക്കളെ ചോദ്യം ചെയ്തതോടെ മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭിക്ഷാടന മാഫിയകളെക്കുറിച്ചും ഇടനിലക്കാരെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കോന്നിയിലെ കുട്ടികളെ ആരോ അപായപ്പെടുത്തിയതായി മരിച്ച രാജിയുടെ അമ്മ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം തനിക്ക് അറിയണമെന്നും അമ്മ പീപ്പിൾ ടിവിയോട് വ്യക്തമാക്കി. എന്നാൽ കുട്ടികൾക്കെതിരെയുള്ള ഐജിയുടെ പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകുമെന്ന് മരിച്ച കുട്ടിയുടെ ബന്ധുക്കൾ കൂട്ടിച്ചേർത്തു. അതേസമയം ADGP ബി സന്ധ്യ നേരിട്ടെത്തി തെളിവെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഒറ്റപ്പാലത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന് കരുതപ്പെടുന്ന പെൺകുട്ടികളുടെ കുടുംബാംഗങ്ങളാണ് കേസന്വേഷിക്കുന്ന പോലീസിന്റെ നടപടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് ആത്മഹത്യക്ക് ഒരുങ്ങിയതെന്നാണ് IG മനോജ് എബ്രഹാം പറഞ്ഞത്. ഇതിനെതിരെയാണ് പ്രധാനമായും മരണപ്പെട്ട കുട്ടികളുടെ ബന്ധുക്കൾ രംഗത്ത് വന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് തന്റെ മകൾ മരിക്കില്ലെന്ന് രാജിയുടെ അമ്മ പറഞ്ഞു. ഇവരെ ആരോ അപായപ്പെടുത്തിയതാണെന്നും ഇവർ സംശയിക്കുന്നു. എപ്പോഴും തന്റെ കൂടെ സന്തോഷവതിയായിരുന്നു രാജിയെന്നും വീട്ടിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു. പോലീസിന്റെ ദുഷ്പ്രചരണത്തിനെതിരെ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പരാതിയും നൽകുമെന്ന് ഇവർ വ്യക്തമാക്കി. പോലീസ് അന്ന് അവിടെ വെച്ച് എൻ്റെ ഒക്കെ പറഞ്ഞാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടായി കുട്ടി പോയേക്കുന്നതെന്ന്. അങ്ങനെ ഒരിക്കലും അത് എഴുതി തീർക്കാനൊന്നും ആരും ശ്രമിക്കരുത്. ഇല്ലാത്തതൊന്നും എഴുതി പിടിപ്പിക്കരുത്. തീർച്ചയായിട്ടും ഇതിൻ്റെ പേര് ഞങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിരിക്കും. ഈ കുട്ടിയൊക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം. അതേസമയം പെൺകുട്ടികളുടെ ചിത കെട്ടടങ്ങും മുമ്പേ IG നടത്തിയ പ്രസ്താവന പ്രതിഷേധാർഹമാണെന്ന് മരണപ്പെട്ട രാജിയുടെ വല്യച്ഛൻ പ്രസാദ് പറഞ്ഞു. മരിച്ച കുട്ടികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും ആത്മഹത്യാ പ്രവണതയും ഉണ്ടായിരുന്നുവെന്ന IGയുടെ വാദം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. IGയുടെ ഈ റിപ്പോർട്ടിനെതിരെ ഞങ്ങൾ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കേസിൽ വല്ല ദുരൂഹതകളുള്ളതായി കണ്ടുപിടിക്കണമെന്നും ഇനി മേലിൽ മറ്റു കുട്ടികൾക്ക് ഇങ്ങനൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്നുമാണ് ഞങ്ങളുടെ അഭിപ്രായം. അതേസമയം അന്വേഷണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPIM ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകൾ കോന്നി CA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ലെസ്ലി ജോൺ, പത്തനംതിട്ട. ഒറ്റപ്പാലത്ത് റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയ പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടില്ലെന്ന് പോലീസിന്റെ നിഗമനം. മരിച്ച 2 കുട്ടികളുടെയും അബോധാവസ്ഥയിൽ കഴിയുന്ന പെൺകുട്ടിയുടെയും ശരീരത്തിൽ ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്താനായില്ല. ആശുപത്രിയിലെത്തിയ അന്വേഷണ സംഘത്തിന് ഡോക്ടർമാർ പരിശോധനാ വിവരങ്ങൾ കൈമാറി. മരിച്ച 2 പെൺകുട്ടികളുടെയും മൃതദേഹ പരിശോധനയിൽ നിന്ന് ഇവർ ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരായതായി കണ്ടെത്താനായില്ല. ഏതെങ്കിലും തരത്തിലുള്ള ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ ഇല്ലെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന പെൺകുട്ടിയും ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ നിഗമനം. ശാരീരിക ബന്ധം നടന്നതായി കണ്ടെത്താനായില്ലെന്ന ഗൈനക്കോളജി വിഭാഗം വിദഗ്ധരുടെ റിപ്പോർട്ടും പോലീസിന് കൈമാറി. ക്ഷതങ്ങൾ മൂലമുണ്ടായ ആന്തരിക രക്തസ്രാവവും രക്തസമ്മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലും മൂലം പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റമുണ്ടായില്ല. തലച്ചോറിന് ക്ഷതമേറ്റതിനാൽ ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. ഇതിനായി കുട്ടിയെ ന്യൂറോ സർജറി വിഭാഗത്തിലേക്ക് മാറ്റി. കോന്നി SIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്നലെ ആശുപത്രിയിലെത്തിയെങ്കിലും പെൺകുട്ടിയുടെ മൊഴിയെടുക്കാനായില്ല. തുടർന്ന് ബംഗളൂരുവിലേക്കുള്ള പെൺകുട്ടികളുടെ യാത്രയെക്കുറിച്ചാകും അന്വേഷണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം റെയിൽവേ ട്രാക്കിൽ കുട്ടികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. കോന്നി SI വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പൂക്കോട്ടുകുന്നിലും മങ്കര റെയിൽവേ സ്റ്റേഷനിലും എത്തി വിവരങ്ങൾ ശേഖരിച്ചു. സംഭവ ദിവസം പുലർച്ചെ മുതൽ രാവിലെ 8 മണി വരെ കടന്നുപോയ ട്രെയിൻ വിവരങ്ങൾ സ്റ്റേഷൻ മാസ്റ്റർ കൈമാറി. കടന്നുപോയ ട്രെയിനുകളിലെ ലോക്കോ പൈലറ്റുമാരുടെ പേര് വിവരങ്ങളും പാലക്കാട് DRM ഓഫീസിലെത്തി ശേഖരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ആര്യയെ ആദ്യം എത്തിച്ച ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും കോന്നി പോലീസ് സംഘം സന്ദർശനം നടത്തി. ആര്യയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ബംഗളൂരുവിലെത്തി അന്വേഷണം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് സംഘം ഇപ്പോഴുള്ളത്.
കോന്നി സംഭവത്തിൽ IG മനോജ് എബ്രഹാമിന്റെ വിശദീകരണം. തന്റെ പ്രസ്താവന പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ തെറ്റിദ്ധരിച്ചതാണെന്നും കേസിന്റെ എല്ലാ വശങ്ങളും പോലീസ് പരിശോധിക്കുമെന്നും IG പീപ്പിൾ ടിവിയോട് പറഞ്ഞു. കോന്നിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണെന്ന IG മനോജ് എബ്രഹാമിന്റെ പ്രസ്താവന വിവാദമായ പശ്ചാത്തലത്തിലാണ് IG തന്റെ നിലപാട് വിശദീകരിച്ചത്. പെൺകുട്ടികൾ മരിച്ച സംഭവത്തിൽ ഇതുവരെ സംശയിക്കത്തക്ക വിധത്തിൽ തെളിവുകൾ കിട്ടിയിട്ടില്ലെന്നും എന്നാൽ ഇത് അന്തിമ അഭിപ്രായമാണെന്ന് പറയാനാവില്ലെന്നും IG പീപ്പിൾ ടിവിയോട് പറഞ്ഞു. പരാമർശവും അവരെനിക്ക് തന്നെ ശരിക്കായിട്ട് ഞാൻ പറഞ്ഞേക്കുന്നത് തന്നെ ഈ ഇപ്പം നിലവിലുള്ള തെളിവ് വെച്ചിട്ടല്ലേ, ഇപ്പം കളക്ട് ചെയ്തേക്കുന്ന എവിഡൻസ് വെച്ചിട്ട് നമുക്ക് ഇതുവരെ സംശയം തോന്നാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബന്ധത്തിൻ്റെയോ മറ്റേതോ എന്തെങ്കിലും കാര്യം വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അന്വേഷിക്കും. പെൺകുട്ടികളെ കാണാതായ സമയത്ത് തന്നെ പോലീസ് കാര്യക്ഷമമായി അന്വേഷിച്ചിട്ടുണ്ട്. മൊബൈൽ നമ്പർ പിന്തുടരുന്നതിൽ വീഴ്ച പറ്റിയെന്ന് പറയാനാവില്ല. കാണാതായ പെൺകുട്ടികളുടേതായി വീട്ടുകാർ തന്ന ടാബിന്റെ IME നമ്പർ തെറ്റായിരുന്നു. വിവിധ സുരക്ഷാ ഏജൻസികളെ കൂട്ടിയോജിപ്പിച്ചാണ് അന്വേഷണം നടത്തിയത്. 9-ാം തീയതി രാവിലെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്ന് 3-3:30 മണിക്ക് തിരിച്ചു വരേണ്ട കുട്ടികൾ 5 മണിക്ക് FIR എടുത്തു. അപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്ത ആക്ഷൻ ഞാൻ പറയുന്ന വേറെ ഒരു കേസിലും ഉണ്ടായിട്ടില്ല. കാണാതായ പെൺകുട്ടികളുടെ ഡയറി കുറിപ്പുകളിൽ അവർക്ക് നിരാശ ഉണ്ടായിരുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ മുൻവിധിയില്ലെന്നും പോലീസ് എല്ലാ കാര്യവും കാര്യക്ഷമമായി അന്വേഷിക്കുമെന്നും IG മനോജ് എബ്രഹാം പറഞ്ഞു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. മരങ്ങാട്ടുപള്ളിയിൽ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട സിബിയെ മർദ്ദിച്ചിട്ടില്ലെന്ന് 16-കാരന്റെ മൊഴി. മർദ്ദിച്ചുവെന്ന് മൊഴി നൽകാൻ പോലീസ് നിർബന്ധിച്ചുവെന്നും വെളിപ്പെടുത്തൽ. അതേസമയം സിബിയെ കസ്റ്റഡിയിലെടുത്തപ്പോൾ തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമായിരുന്നുവെന്നും ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്താൽ പിന്നീട് അയാൾക്ക് എന്ത് സംഭവിച്ചാലും പോലീസാണ് അതിന് ഉത്തരവാദിയെന്നും ജസ്റ്റിസ് നാരായണക്കുറുപ്പ് അഭിപ്രായപ്പെട്ടു. മരങ്ങാട്ടുപള്ളിയിൽ പോലീസ് മർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട സിബിയെ ആക്രമിച്ചിട്ടില്ലെന്ന് 16-കാരന്റെ മൊഴി. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പിനാണ് 16-കാരൻ മൊഴി നൽകിയത്. പോലീസ് മർദ്ദനം കാരണം സിബി ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായതിനെ തുടർന്ന് SI ജോർജ് കുട്ടി തന്നെ സമീപിച്ചുവെന്നും സിബിയെ കല്ലിന് ഇടിച്ചതായി മൊഴി നൽകാൻ നിർബന്ധിക്കുകയും ചെയ്തതായി 16-കാരൻ മൊഴി നൽകി. SI ഭീഷണിപ്പെടുത്തി പരാതി എഴുതി വാങ്ങുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് പാലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നുവെന്നും 16-കാരൻ മൊഴി നൽകി. സിബിയുമായി അടിപിടി ഉണ്ടായി എന്ന നിലയിൽ മാത്രമേ അന്വേഷണ സംഘത്തിന് മൊഴി നൽകാവൂ എന്ന് രാമപുരം CI ഇമാനുവൽ പോൾ വീട്ടിലെത്തി നിർബന്ധിച്ചുവെന്നും കുട്ടി പറഞ്ഞു. സിബിയുമായി വാക്കേറ്റമുണ്ടായ ദിവസം താൻ ധരിച്ചിരുന്ന വസ്ത്രവും പോലീസുകാർ എടുത്തുകൊണ്ടുപോയി. കുട്ടിയുടെ അമ്മയുടെ മൊഴിയും അതോറിറ്റി രേഖപ്പെടുത്തി. ഈ കേസിലെ 1-ാം പ്രതിയായി കൊലക്കുറ്റമാണ് 16-കാരന്റെ പേരിൽ രേഖപ്പെടുത്തിയത്. സിബിക്കുണ്ടായ പരിക്കുകളും മരണകാരണവും തങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി തുടക്കത്തിലെ തന്നെ വ്യക്തമായി പോലീസ് ഇടപെട്ടിരുന്നു. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. അതിനിടയിലാണ് ചൊവ്വാഴ്ച പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി കോട്ടയത്തെത്തി 16-കാരന്റെയും അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തിയത്. 2.5 മണിക്കൂറോളം മൊഴിയെടുപ്പ് നീണ്ടുനിന്നു. തലയ്ക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും ഇഷ്ടികയോ മരത്തടിയോ കൊണ്ട് ഏറ്റ അടിയാവാം മരണകാരണമെന്നുമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പാലാ RTO CK പ്രകാശിന് ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് ഇദ്ദേഹം റിപ്പോർട്ട് നൽകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി നിരവധി ബൈക്കുകൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ സംഘത്തിലെ 5-അംഗ വിദ്യാർത്ഥികൾ മുക്കത്ത് പിടിയിലായി. താമരശ്ശേരി DYSPയുടെ ക്രൈം സ്ക്വാഡും മുക്കം പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വൻ ബൈക്ക് മോഷണ സംഘത്തിലെ കണ്ണികൾ പിടിയിലായത്. കുട്ടിമോഷ്ടാക്കൾ പിടിയിലായതോടെ ഒളിവിൽ പോയ സംഘത്തലവനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് സംഘം. REC കൊടിയത്തൂർ, മാവൂർ, മേച്ചേരിക്കുന്ന് എന്നിവിടങ്ങളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മോഷ്ടിച്ച ബൈക്കുമായി പോലീസിന്റെ പിടിയിലായത്. ഇതിൽ മുക്കം കല്ലുരുട്ടി കുന്നത്തുനാട്ടിൽ വിഷ്ണു ഒഴികെയുള്ള ബാക്കി 4 പേരും പ്രായപൂർത്തിയാകാത്തവരാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി നിരവധി ബൈക്കുകൾ മോഷ്ടിച്ച സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായത്. മുക്കത്തെ വ്യാപാര സ്ഥാപനത്തിലെ CCTV ക്യാമറയിൽ കുടുങ്ങിയ ബൈക്ക് മോഷണത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് താമരശ്ശേരി DYSPയുടെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് സ്ക്വാഡും മുക്കം പോലീസും ചേർന്ന് കുട്ടിമോഷ്ടാക്കളെ വലയിലാക്കിയത്. സ്കൂൾ യൂണിഫോമിൽ ബൈക്കിൽ വരികയായിരുന്ന വിദ്യാർത്ഥിയെ പിടികൂടി ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ബൈക്ക് മോഷണ റാക്കറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതെന്ന് മുക്കം SI സാജു ആന്റണി പറഞ്ഞു. വാഹനത്തിന്റെ നമ്പർ പരിശോധിച്ചപ്പോൾ അതൊരു ഫേക്ക് നമ്പറാണ് തോന്നുന്നത്. അതിൻ്റെ തട്ടിക്കൊണ്ട് നമ്മളതിൻ്റെ എൻജിൻ നമ്പറും ചേസ് നമ്പറും നോക്കുന്ന സമയത്ത് ഇതൊരു കാർ നമ്പറാണ്. അങ്ങനെ ആ കുട്ടിയെ നമ്മൾ സംശയം കസ്റ്റഡിയിൽ എടുക്കുകയും അവനെ ചോദ്യം ചെയ്ത സമയത്ത് ഒരു വലിയൊരു ബൈക്ക് മോഷണ റാക്കറ്റിൻ്റെ ഒരു വിവരം നമ്മൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈവൻ ചൂണ്ടിക്കാണിച്ച പല പ്രതികളുടെയും നമ്മൾ നോക്കുമ്പോൾ അവർ പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ്. പലരും +2 വിദ്യാർത്ഥികളാണ്. പിടിയിലായ വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബാക്കി 4 പേരെയും കസ്റ്റഡിയിലെടുത്തത്. സംഘത്തലവനായ ചാത്തമംഗലം പാഴൂർ സ്വദേശിയെക്കുറിച്ച് വിവരം ലഭിച്ചതായും ഇയാളെ പിടികൂടുന്നതോടെ ബൈക്ക് മോഷണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നും മുക്കം SI പറഞ്ഞു. ഈ പ്രതി നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഇയാളുടെ വെളിപ്പെടുത്തൽ നമ്മൾ 3 ബൈക്ക് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും ബൈക്കുകളുണ്ട്. ഇതിനൊരു മെയിൻ കണ്ണി കിട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷണത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ അവർ രക്ഷപ്പെട്ട സാധ്യതയുണ്ട്. തൽക്കാലം ഇയാളിന്ന് അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കുന്നുണ്ട്. ബാക്കി ഇയാളുടെ വെളിപ്പെടുത്തലിൽ നിന്നും ബാക്കി അന്വേഷണം. പിടിയിലായ കുട്ടി മോഷ്ടാക്കൾ ഫോണിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാഴൂർ സ്വദേശി ഒളിവിൽ പോയതായതാണ് വിവരം. വിദ്യാർത്ഥികൾ കൈക്കലാക്കുന്ന ബൈക്ക് വാങ്ങി വിൽപ്പന നടത്തുന്നത് പാഴൂർ സ്വദേശിയാണ്. വിദ്യാർത്ഥികൾക്ക് തുച്ഛമായ പ്രതിഫലമാണ് നൽകിയിരുന്നതെന്നാണ് വിവരം. മുക്കത്തും പരിസരത്തും അടുത്തിടെയായി നിരവധി ബൈക്കുകൾ മോഷ്ടിക്കപ്പെട്ടിരുന്നു. CCTV ക്യാമറകളിൽ പതിയുന്ന രംഗങ്ങളിൽ ആളെ വ്യക്തമാകാത്തതിനാൽ പ്രതികൾ പിടിക്കപ്പെട്ടിരുന്നില്ല. കുട്ടി മോഷ്ടാക്കൾ പിടിയിലായതോടെ ബൈക്ക് മോഷണ റാക്കറ്റിലെ കൂടുതൽ പേരെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് മുക്കം പോലീസ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.